നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സർക്കാരാണെന്ന കെ ബാലന്റെ വിചിത്രമായിട്ടുള്ള വാദത്തെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഒരേപോലെ രംഗത്തെത്തിയിരിക്കുകയാണ്. വികസനത്തിൻ്റെ അത്ഭുതങ്ങൾ കാട്ടിയെന്ന് സ്ഥാപിക്കാൻ വന്ന ബാലൻ സഖാവിന് ശബരിമലയിലെ സ്വർണം ചെമ്പായി മാറിയ അത്ഭുതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് മലയാളികളാണ്. പിണറായി വിജയനെ പുകഴ്ത്താൻ വേണ്ടി കെ ബാലൻ നടത്തിയ തള്ളലുകൾ ഒടുവിൽ പാർട്ടിയുടെ തന്നെ മൂട്ടിൽ തീയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തുമ്പോൾ പിണറായി വിജയനെ വീണ്ടും മത്സരിപ്പിക്കുമെന്നും അദ്ദേഹം അത്ഭുതങ്ങൾ തുടരുമെന്നും പറയുന്നതിലെ പരിഹാസ്യത ട്രോളന്മാർ ഇവിടെ ആഘോഷമാക്കുകയാണ്. വല്ലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ബാലൻ സഖാവ് ഇത്തവണ മുഖ്യമന്ത്രിയെ പാതാളക്കുഴിയിൽ മണ്ണിട്ട് മൂടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം നഷ്ടപ്പെട്ടതും പകരം ചെമ്പ് തെളിഞ്ഞതും ഭക്തലക്ഷങ്ങളെയൊക്കെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊള്ളയുടെ ഭാഗമാണ്. പിണറായി സർക്കാർ സ്വർണം ചെമ്പാക്കി മാറ്റുന്ന വിദ്യയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ജനങ്ങൾ പരിഹസിക്കുന്നു. ഈ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി നടപടി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ തന്നെ പത്മകുമാർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ശബരിമല പോലുള്ള പുണ്യസ്ഥലത്തെ ശ്രീകോവിലിൽ നടന്ന ഈ മോഷണം വെറും ഒരു ടൈപ്പിംഗ് ഡിഷകല്ലെന്നും കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി നടന്ന കൊള്ളയാണെന്നും അന്വേഷണ സംഘം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പത്മകുമാറിന്റെ കൈപ്പടയിലുള്ള രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരായ അന്വേഷണവും കൂടുതൽ ഗൗരവകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 2019 നടന്ന വൻ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ പ്രശാന്ത് ബോധപൂർവ്വം ശ്രമിച്ചതായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക പാളികളിലെ സ്വർണത്തിന്റെ നിറം മങ്ങിയത് 2019 കളവ് പുറത്തറിയാനായിട്ട് കാരണമാകുമെന്ന് ഭയന്നാണ് സെപ്റ്റംബർ 7 രാത്രിയിൽ ആരെയും അറിയിക്കാതെ പാളികൾ സ്വർണം പൂശാനായിട്ട് ചെന്നൈയിലേക്ക് കടത്തിയത്. ഈ നീക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റാരൊക്കെയോ ഉന്നതരുടെയും ഒക്കെ തന്നെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന. സ്വർണം അധികം പൂശിയെന്ന് പറഞ്ഞ് സ്വന്തം കുറ്റം കഴുകിക്കളയാനായിട്ട് ശ്രമിച്ച പ്രശാന്തിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡിൽ നടന്ന ഈ തുടർച്ചയായിട്ടുള്ള കൊള്ളകളിൽ പല ഉന്നതർക്കും പങ്കുണ്ട് എന്ന രഹസ്യരേഖകൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കെ ബാലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസ്താവന കേരള രാഷ്ട്രീയത്തെ കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ സംഘടന 1 കോടി രൂപയുടെ മാനനഷ്ട കേസിന് നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പപേക്ഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബാലൻ നടത്തിയ ഈ വർഗീയ കാർഡ് ഒടുവിൽ തിരിച്ചടിക്കുന്നത് CPMന് തന്നെയാണ്. പാലക്കാട്ടെ കലാപശ്രമങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണെന്ന് ബാലൻ അവകാശപ്പെടുമ്പോൾ വർഗീയ സംഘടനകളുമായി പലയിടത്തും സഖ്യമുണ്ടാക്കിയ CPMന്റെ ചരിത്രമാണ് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്നും 2 ടേം വ്യവസ്ഥ പാർട്ടിക്കുള്ളിൽ ഇരുമ്പുലക്കയല്ലെന്നും ബാലൻ പറഞ്ഞത് വൻ വിവാദമായിട്ടുണ്ട്. KC വേണുഗോപാലിനെതിരെയും VD സതീശനെതിരെയും അദ്ദേഹം നടത്തിയ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ നോക്കിയെങ്കിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ അതൃപ്തികൾ മറനീക്കി പുറത്തു വരാൻ ഇത് കാരണമായി മാറി. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഛിന്നഭിന്നമാകുമെന്ന് ബാലൻ ഇവിടെ പ്രവചിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയുടെയും അഴിമതിയുടെയും ഭാരത്താൽ CPM തന്നെയാണ് ഇപ്പോൾ തീച്ചുളയിൽ നിൽക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാനായിട്ട് ധൈര്യമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓടിപ്പോകുന്ന ബാലൻ സഖാവിൻ്റെ ചിത്രം പാർട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സൈബർ വെട്ടുകിളികളെ വിട്ടുകൊണ്ട് എതിരാളികളെ നേരിടുന്ന CPMനെ ഇപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ കൊത്തിപ്പറപ്പിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യരേഖകൾ അത് വലിയൊരു ബോംബായി തന്നെ മാറുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. ശബരിമലയിലെ പുണ്യസ്വത്ത് കവർന്നവർക്കെതിരെ ഭക്തജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതിഷേധം ഇപ്പോൾ ആളി പടരുകയാണ്. എവിടെ തിരിഞ്ഞാലും ശബരിമല വിഷയവും സ്വർണ്ണക്കൊള്ളയും ഉയർത്തി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വളയുന്ന ഗതികളിലാണ് ഇപ്പോൾ ഭരണകൂടം. പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കൻ പരിവേഷം ഈ വിവാദങ്ങൾക്കിടയിൽ ഏറെ ഇപ്പോൾ നിൽക്കുകയാണെന്നും ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥയിലാണ് കാര്യമെന്നും വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ളക്കാരെയും അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെയും ഉന്നതരെയും ഒക്കെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ നേരിടുമെന്നത് കണ്ടു തന്നെ അറിയണം.